എല്ലാവർക്കും നമസ്കാരം. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഇന്ന്. ധീരത്യാഗികളായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. വൈദേശിക ശക്തികളിൽ നിന്ന്, നമ്മളെ അടക്കി ഭരിച്ചിരുന്ന വിദേശ ശക്തികളിൽ നിന്ന് അവരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് പലവിധ സമരമുറകളിലൂടെ അവരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച് നമുക്ക് നേടിത്തന്നു എന്ന് പറയുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് അവർ വിഭാവനം ചെയ്ത രീതിയിൽ, അതിൻ്റെ അർഹമായ രീതിയിൽ നമ്മൾക്ക് എല്ലാ ആളുകൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മുടെ ഈ നാട്ടിൽ നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ട്, നമ്മളെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഈ വൈദേശിക ശക്തികളെ ഇവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ രാജ്യാന്തര നിലവാരത്തിൽ നമ്മൾ ഏറ്റവും നല്ലൊരു സമൂഹമാണ്. നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ ബിസിനസ് പരമായിട്ടൊക്കെ നമ്മൾ മികച്ചവരാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എവിടെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ അടിമകളാക്കി എന്ന് പറഞ്ഞ് നമ്മളിവിടുന്ന് ഓടിച്ചു വിട്ട, ഇല്ലെങ്കിൽ നമ്മളിവിടുന്ന് പുറത്താക്കിയ അവരുടെ അടുക്കേക്ക് നമ്മളെ അടിമകളാക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലിരുന്ന പണം എവിടുന്നെങ്കിലും അയൽപ്പക്കത്തു നിന്ന് എവിടെയെങ്കിലും വായ്പയെങ്കിലും വാങ്ങിച്ച് എവിടെയെങ്കിലും ലോണുകളൊക്കെ സംഘടിപ്പിച്ച് ഈ കുട്ടികൾ അവിടെ പോയാണ് പഠിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസ നിലവാരത്തിൽ ലോകത്തിൽ ഒന്നാം നിരയിലാണെന്ന് ഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതാണോ, അപ്പോൾ അവരുടെ അടിമത്തമായിരുന്നോ ഇപ്പോൾ അവിടെ അടിമത്തം സ്വീകരിക്കുന്നതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളതൊന്ന് ആലോചിക്കുന്നു. അതുപോലെ ജോലിക്കാരുമാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ വിവിധ തരത്തിലുള്ള ജോലികളുണ്ട്. ജോലി ചെയ്യാനുള്ള കഴിവുള്ള ആളുകളുണ്ട്. അവർക്ക് അർഹമായ ജോലി കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന്, ഇല്ല നമ്മുടെ നാടിന് ഇവിടെ സാധിക്കുന്നുണ്ടോ, ഇല്ല അവർക്കിവിടെ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ പല ആളുകളും ഒന്നുകിൽ അന്യസംസ്ഥാനത്ത്, അതിനെപ്പറ്റി പറയുമ്പോൾ അന്യസംസ്ഥാനത്ത് നമ്മൾ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ, ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ജാർഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ മലയാളികളായിട്ടുള്ള ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ കൂടുതൽ സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ ആണെന്ന് വിചാരിച്ചില്ല, കൂടുതൽ ധനസമ്പാദനത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോയിട്ട് അവിടെ ശരിക്കും അടിമ ജോലി ചെയ്യുകയാണ്. കാരണം അവർക്ക് ഇവിടെ നിർവാഹമില്ല, ജീവിക്കാൻ നിർവാഹമില്ല, ഇല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് മതിയാകുന്നില്ല. അവരുടെ ഓരോരുത്തർക്കും ഓരോ ജീവിത ചെലവുകളും കാര്യങ്ങളാണല്ലോ. അതിനെപ്പറ്റി പറയുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്നേഹിതന് ഒരു അനുഭവം ഞാനുമായിട്ട് പങ്കുവെക്കുന്നുണ്ടായി. അദ്ദേഹം ഒരു ഡ്രൈവറായിട്ട് ജോലി നോക്കുന്ന വ്യക്തിയായിരുന്നു. ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ അധ്വാനിച്ചു. അദ്ദേഹം 2 ആൺമക്കൾ, അവരെ പഠിപ്പിച്ചു. ഒന്നും എത്താൻ സാധിച്ചില്ല. അപ്പോൾ അവരുടെ ആൺമക്കൾ 2 വിദേശ രാജ്യങ്ങളിലായിട്ട് ജോലിക്ക് പോയി. ആ ജോലിക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അത് കൃത്യമായിട്ട് GST, സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം അടച്ചത് വാങ്ങിച്ചു. അതിനകത്തൊരു വീട് പണിയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതിൻ്റെ 35,000 രൂപയ്ക്ക് അടുത്ത് അതിന് പെർമിറ്റ് ഫീസായിട്ട് ഈടാക്കി അത് പണിത് ഇപ്പോൾ ആ വീട് വാർത്ത നിലയിലായി. തേച്ചിട്ടൊന്നുമില്ല, ബാക്കി ഒരു പണിയും തീർന്നിട്ടില്ല, ഒരു സ്കെൽട്ടനായി നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ നോട്ടീസ് എന്നെ കൊണ്ട് കാണിച്ചു. അതിൽ പറയുന്നത്, ഇപ്പം ഞങ്ങൾ കണക്ക് കൂട്ടിയത് പ്രകാരം, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കണക്ക് കൂട്ടിയത് പ്രകാരം 16,40,40,000 സംതിങ് ഒരു തുക, ആ തുക ഞങ്ങൾ ഇത്രയും ഇതിന് മുടക്കുകയായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ശതമാനമായ 16,400 സംതിങ് രൂപ നിങ്ങൾ ഇവിടെ കൊണ്ട്, അതും DD എടുത്ത് ചെല്ലാനായിട്ട് അവിടെ അടയ്ക്കുക. അതിൻ്റെ ഒരു ശതമാനമായ 166 രൂപ അല്ലെങ്കിൽ 164 രൂപ വേറെ ചെല്ലാനായിട്ട് വേറെ അടയ്ക്കുക. അപ്പോൾ ആലോചിക്കണം, അദ്ദേഹം ഈ സ്ഥലം വാങ്ങിച്ചതിന് GST, CST ടാക്സ് എല്ലാം കൊടുത്തു. ഈ വീട് പണിയാൻ വേണ്ടിയുള്ള കമ്പി, സിമൻറ്റ്, മണൽ എല്ലാ സാധനത്തിനും ഈ പറയുന്ന പോലെ GSTയും CSTയും ടാക്സും എല്ലാം അടച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ പൈസ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകെ ഒരു സംവിധാനം വേറെ വരും, ഈ തൊഴിലാളി ക്ഷേമനിധി. ഈ തൊഴിലാളികളെ വിളിച്ച് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലി കൊടുത്ത് അവർക്ക് ഭക്ഷണവും കൊടുത്ത്, നല്ല വാക്കും പറഞ്ഞാലേ തൊഴിലാളികൾ വരുള്ളൂ. അപ്പോൾ അവർ ഈ ശമ്പളം എല്ലാം കൊടുത്ത് 1 രൂപ കുടിശ്ശികയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ഷേമനിധി, അതെന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കർഷകരായിട്ടുള്ള ആളുകളുടെ കാര്യം, ഇപ്പോൾ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുള്ളതാണല്ലോ. കർഷകരുടെ ഒരു കഷ്ടപ്പാട് നമുക്കറിയാം. സാധനങ്ങൾക്ക് വരില്ല, ഉൽപ്പന്നങ്ങൾക്ക് വരില്ല. ആ സമയത്താണ് ഇപ്പോൾ മനുഷ്യനല്ല വില. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കോഴി കൂവിയതിന് അയൽക്കാരൻ കൊണ്ടൊരു പരാതി കൊടുക്കുന്നു. അവിടുന്ന് മുനിസിപ്പാലിറ്റി കോഴിയുടെ ഉടമസ്ഥന് നോട്ടീസ് കൊടുക്കുന്നു, ഇതിനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, കാരണം ഇത് കൂവുന്ന അയൽക്കാരൻ്റെ ശല്യമാണ്, ഇതിൻ്റെ കാഷ്ടത്തിൻ്റെ മണം അയൽക്കാരൻ്റെ പ്രശ്നമാണ്, അത് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു. അയാൾ വളർത്തി, അയാൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് സർക്കാരിൻ്റെ ഹാച്ചറികളിൽ, നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച ആ കോഴീനെ വളർത്തുന്നവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത സമയത്ത് ഈ കർഷകൻ കരം കെട്ടുന്ന അവൻ്റെ പട്ടയഭൂമിയിലേക്ക് കടന്നു വരുന്ന ആന, പോത്ത്, കരടി, കടുവ, കുരങ്ങ്, മയിൽ മുതൽ എല്ലാവിധ കാട്ടുജീവികളും വന്യജീവികളും വരുമ്പോൾ അവരെ ഒന്ന് ആട്ടി ഓടിക്കാൻ പോലും ഈ കർഷകന് സ്വാതന്ത്ര്യമില്ല. അപ്പം മനുഷ്യനേക്കാൾ സ്വാതന്ത്ര്യം ഈ പറയുന്ന വന്യമൃഗങ്ങൾക്കാണ് എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് തെറ്റു പറയാൻ പറ്റുമോ?
അപ്പോൾ ഈ അതുപോലെ നമ്മുടെ പറമ്പിൽ വളരുന്ന ഒരു ഈട്ടി പോലുള്ള ഏതെങ്കിലും ഈ നമുക്ക് പട്ടയുള്ള സ്ഥലങ്ങളിലുള്ള ഈട്ടി പോലുള്ള ഏതെങ്കിലും മരങ്ങൾ അത് വെട്ടാനോ ഒരു ചില്ല പോലും വെട്ടാനോ നമുക്ക് സ്വാതന്ത്ര്യമില്ല. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പൂർണ്ണമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു വിഭാഗം ആളുകൾക്ക് പ്രശ്നമില്ല, അവർക്ക് കൃത്യമായിട്ട് മാസം മാസം ശമ്പളം കിട്ടും. അത് കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടും. 56 വയസ്സിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പകുതി ശമ്പളത്തിനടുത്ത് ഒരു പെൻഷനായിട്ട് വാങ്ങിക്കുന്നു. അപ്പോഴും ഈ നിർഭാഗ്യവാനായിട്ടുള്ള ഈ ആളുകൾ ഒന്നുകിൽ അന്യനാട്ടിലേക്കോ ഇല്ലെങ്കിൽ അവനവൻ്റെ നാട്ടിൽ തന്നെയോ അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ കാര്യങ്ങൾ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ അതിനകത്തൊരു മാറ്റം വരേണ്ടതാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ട് അവനവൻ്റെ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ളത്. എല്ലാവർക്കും 78ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.